ഇടുക്കിയിൽ വീണ്ടും വിനോദസഞ്ചാരികളുടെ അപകടയാത്ര. പള്ളിവാസലിലാണ് സംഭവം. വാഹനത്തിന്റെ ബോണറ്റിലിരുന്നും സൺറൂഫിലൂടെ 3 പേർ പുറത്തേക്ക് നിന്നുമാണ് അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയത്. കർണാടകയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് അപകടയാത്ര നടത്തിയതെന്നാണ് വിവരം. ബിനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. ബിനീഷ്, എന്തായാലും തുടർക്കഥയാവുകയാണ് ഇടുക്കിയിൽ ഇത്തരത്തിൽ അപകടയാത്ര, നിയമലംഘന യാത്രയെന്നും നമുക്ക് സൂചിപ്പിക്കാം. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നുണ്ടോ? ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ കാർത്തു, തീർച്ചയായിട്ടും ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിശോധനയിൽ നേരിയ അയവ് വന്നപ്പോൾ തന്നെ വീണ്ടും ഈ സഞ്ചാരികളുടെ ഒരു അപകടയാത്ര തുടർക്കഥയാകുകയാണ്. തീർച്ചയായും ഈ നിയമലംഘനത്തിന് ഈ അധികൃതർ നടപടിയെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതോടെ സോഷ്യൽ മാധ്യമങ്ങളിലും തന്നെ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ MVD അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഒരു ചിത്തരപുരം പള്ളിവാസൽ ചിത്തരപുരം ഭാഗത്ത് ഇത്തരത്തിൽ വാഹനത്തിൽ അപകടയാത്ര നടത്തിയത്. ഒരു വാഹനത്തിൽ 5 പേരാണ് ഇത്തരത്തിൽ ഈ അപകടയാത്ര നടത്തുന്നത്. സൺറൂഫിലൂടെ 3 പേർ പുറത്തേക്ക് ഇരുന്നും അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ഒരു വശത്തെ ജനാലിൽ മറ്റൊരാളെ ഇരുന്നും വാഹനത്തിന്റെ മുൻവശത്തെ ബോണറ്റിൽ കയറി ഇരുന്നുമാണ് ഇത്തരത്തിൽ ഇടവഴിയിലൂടെ മെയിൻ റോഡിലേക്ക് കയറുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വാഹനം വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ, ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ മുൻ ബോണറ്റിലിരിക്കുന്ന ആള് റോഡിലേക്ക് മറിഞ്ഞ് വീഴാനും വലിയ അപകടം സംഭവിക്കാനും സാധ്യതയേറെയാണ്. ഏതായാലും സമീപത്ത് നിന്ന ഒരു ഡ്രൈവറാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തിയിരിക്കുന്നത്. ഈ പകർത്തിയ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വാഹനത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാർത്തു, ശരി, എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. എന്തായാലും ഇടുക്കി പള്ളിവാസലിലാണ് ഇത്തരത്തിൽ യുവാക്കളുടെ വിനോദസഞ്ചാരികളായ യുവാക്കളുടെ അപകടയാത്ര ഉണ്ടാകുന്നത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.